ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും പൂരാട ദിനാശംസകൾ. അപ്പം ഇന്ന് പൂരാടമായി, ഓണം വല്ലാണ്ട് ഇങ്ങ് അടുത്തൂലേ. ഇന്ന് പൂരാടം, ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഓണം അല്ലെങ്കിൽ പിള്ളേരോണം, കുട്ടിപ്പൂരാടം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസമാണല്ലേ. അപ്പം ഇന്നത്തെ ദിവസം അതുകൊണ്ടെന്നല്ല, ആമിക്കുട്ടി നേരത്തെ എണീറ്റതുകൊണ്ട് ആമിക്കുട്ടിയും കൂട്ടിയാണ് പൂക്കളം ഇടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല മൂഡിലായിരുന്നു ആളും. എനിക്ക് പൂക്കൾ വലിച്ചു തരാനായാലും എൻ്റെ കൂടെ ഇരുന്ന് പൂവിടാനായാലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അവളെയും കൂട്ടി പൂക്കൾ ഇടാൻ ഒരുങ്ങുകയായിരുന്നു കേട്ടോ ഞാൻ. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണെന്നുള്ളതൊന്നും എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയൊക്കെയാണ്, കലണ്ടർ അവധിയുള്ള ദിവസങ്ങളൊക്കെയാണ് ഓണം ആഘോഷിക്കുക എന്ന് വിചാരിച്ചിട്ടിരുന്ന ഒരാളാണ്. പിന്നെ കണ്ണൻ ഉണ്ടായ ശേഷമാണ് ഇങ്ങനെയുള്ള ദിവസത്തെക്കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങിയത് എനിക്ക്. എല്ലാ നാട്ടിലും എങ്ങനെയാണ് ഈ ദിവസം ആഘോഷിക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കതൊരു പുതിയ അറിവായിരിക്കും. അങ്ങനെ ഞാൻ ആമിക്കുട്ടിയും കൂട്ടി ഒരു കുട്ടി പൂക്കളം ഇട്ടിട്ടുണ്ട്. അടുത്തുള്ള പൂക്കളും, നമ്മുടെ വീട്ടിലുള്ള പൂക്കളും, അതേപോലെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയ പൂക്കളും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു പൂക്കളമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ സാധാരണ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലാണ് വലിയ പൂക്കളം, നിറച്ചും പുറത്തുനിന്ന് പൂവൊക്കെ വാങ്ങി വലിയ പൂക്കളമൊക്കെ ഇടുന്നത്. പക്ഷെ ഇത്തവണ എന്താവുമെന്ന് നോ ഐഡിയ. കാരണം പിള്ളേരൊക്കെ വലുതായി, അത്യാവശ്യം നല്ല കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. നമ്മൾ തിരുവോണത്തിനൊക്കെ പൂ ഇട്ട് കഴിഞ്ഞാൽ ചതയം വരെ വെക്കണം എന്നാണല്ലോ, അതുവരെ നമ്മൾ വാരില്ലല്ലോ. അപ്പം ഇത്തവണ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. ഞങ്ങളും ശരിക്കും എക്സൈറ്റഡ് ആണ്, എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു കുട്ടി പൂക്കളമൊക്കെ ഇട്ട് പിള്ളേരെ റെഡിയാക്കിയിട്ട് മുടപ്പലൂരുള്ള അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുടപ്പലൂർ അമ്പലത്തിൽ ഇന്ന് അത്യാവശ്യം നിറച്ചും പിള്ളേരായിരുന്നു, കുഞ്ഞു പിള്ളേരായിരുന്നു. കുഞ്ഞു വാവകൾ ചോറ് ഊണിനും, അതേപോലെ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് ഫുള്ള് കുട്ടികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അമ്പലം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൂജകളൊക്കെ ഉണ്ടായിരുന്നു, പൂജകളൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്ര നേരം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരു കുറച്ചിങ്ങ് വണ്ടി എടുത്തപ്പോഴേക്കും നല്ല മഴയായി. മിക്കവാറും ഈ ഓണം മഴ കൊണ്ടുപോകായിരിക്കും. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇടാനിരുന്നതാണ് കേട്ടോ. എന്തനുസരണയോടെ ഇരിക്കണത്, എത്ര നേരത്തേക്കാണോ എന്തോ. എന്തായാലും അത് ചുവന്ന് പിടിക്കുന്നത് വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കഴുകിക്കളഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഇലയിലാണ് ചോറ് കൊടുക്കുന്നത്. ഒരു കുട്ടി സദ്യ, അധികം ഐറ്റംസ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വെച്ച് ചോറും സാമ്പാറും ഒരു ഉപ്പേരിയും പിന്നെ ശർക്കര വരട്ടി, പിന്നെന്താ അച്ചാറ്, ഇഞ്ചിപ്പുളി, പപ്പടം, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച്. ആ പായസം ഉണ്ടായിരുന്നു കേട്ടോ, അവിലിൻ്റെ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവർക്ക് ഇലയിൽ അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എപ്പോഴും പ്ലേറ്റിലല്ലേ, അപ്പോൾ ഇലയിലൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.